അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മഞ്ചേരി ആകാശവാണിയും കൊരമ്പയിൽ അഹമ്മദ് ഹാജി മെമ്മോറിയൽ യൂണിറ്റി വിമൻസ് കോളേജും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പെൺമയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങൾക്കും അടിച്ചമർത്തലുകൾക്കെതിരെ പോരാടുന്നതിനും സമൂഹത്തിൽ തുല്യത കൈവരിക്കുന്നതിനും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നതിനും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സമൂഹത്തെ പ്രചോദനം നൽകേണ്ടതിൻ്റെ ആവശ്യകത ഓർമ്മപ്പെടുത്തുന്നു ഓരോ വനിതാ ദിനവും. ധീരതയോടെ സഹിഷ്ണുതയോടെ പ്രതിസന്ധികളൊക്കെയും നേരിടുന്ന ശക്തരായ എല്ലാ സ്ത്രീകൾക്കും വനിതാ ദിനാശംസകൾ. ലോകമെമ്പാടുമുള്ള വനിതകളുടെ പരിശ്രമങ്ങളെയും നേട്ടങ്ങളെയും സമൂഹത്തിന് അവർ നൽകിയ സംഭാവനകളെയും ഓർക്കാനായി അംഗീകരിക്കാനായി ഒരു ദിനം. അതാണ് അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷം കൊണ്ട് അർത്ഥമാക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിരിക്കുന്നതും. നമുക്കറിയാം, എല്ലാ വർഷവും മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നത്. 1975 ഐക്യരാഷ്ട്രസഭ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചത്. 1857 മാർച്ച് 8 ന്യൂയോർക്കിലെ തുണിമില്ലുകളിൽ ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ സംഘടിച്ച് തങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്കായി പൊരുതിയപ്പോൾ അതൊരു സമരചരിത്രത്തിൻ്റെ തന്നെ തുടക്കമാവുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വനിതകൾക്കായി ഒരു ദിനം എന്ന ആശയം വന്നപ്പോൾ മാർച്ച് 8 തന്നെ തിരഞ്ഞെടുക്കാനിടയായതും. ആക്സലറേറ്റ് ആക്ഷൻ, പ്രവർത്തനം ത്വരിതപ്പെടുത്തുക എന്നതാണ് ഇത്തവണത്തെ അന്താരാഷ്ട്ര വനിതാ വാരാചരണത്തിന്റെ ക്യാമ്പയിൻ തീം. വ്യക്തിപരവും തൊഴിൽപരവുമായ മേഖലകളിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങളും തടസ്സങ്ങളും പരിഹരിക്കാനായി വേഗത്തിലും നിർണായകവുമായ നടപടികൾ കൈക്കൊള്ളേണ്ടതിൻ്റെ പ്രാധാന്യമാണ് ഈ ആശയം ഉൾക്കൊള്ളുന്നത്. ലിംഗസമത്വത്തിന് കാര്യമായ തടസ്സങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് സത്യം. എങ്കിലും ശരിയായ പ്രവർത്തനവും ഉറച്ച പിന്തുണയുമുണ്ടെങ്കിൽ ഈ തടസ്സങ്ങൾ തരണം ചെയ്ത് മുന്നേറാൻ സ്ത്രീകൾക്ക് കഴിയുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകമെമ്പാടുമുള്ള വനിതകളുടെ ഉന്നമനത്തിനായി അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനായി നമുക്ക് ഒത്തൊരുമിച്ച് മുന്നേറാം. പ്രിയപ്പെട്ടവരെ, അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മഞ്ചേരി ആകാശവാണിയും KAHM യൂണിറ്റി വിമൻസ് കോളേജും ചേർന്നൊരുക്കുന്ന പെൺമയുടെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. പെൺമയുടെ വേദിയിലുള്ളവരെ പരിചയപ്പെടുത്താം. കൊരമ്പയിൽ അഹമ്മദ് ഹാജി മെമ്മോറിയൽ യൂണിറ്റി വിമൻസ് കോളേജിലെ വിമൻ സെൽ കോർഡിനേറ്റർ KM സുഹദ, യൂണിറ്റി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ മുഹമ്മദ് ബഷീർ ഉമ്മത്തൂർ, ആകാശവാണി മഞ്ചേരി FM പ്രോഗ്രാം മേധാവി C കൃഷ്ണകുമാർ, ആകാശവാണി മഞ്ചേരി ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവ് മുനീർ ആമയൂർ, മഞ്ചേരി KAHM യൂണിറ്റി വിമൻസ് കോളേജ് മാനേജർ എഞ്ചിനീയർ O അബ്ദുൽ അലി, ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഡോക്ടർ AK ഷാഹിന മോൾ, കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറും കോളേജിലെ റേഡിയോ ക്ലബ് കോർഡിനേറ്ററുമായ MK വിനീത, കോളേജിലെ സ്റ്റുഡൻസ് യൂണിയൻ ചെയർപേഴ്സൺ ഫിദ, പെൺമ പാനൽ ചർച്ചയിലെ അതിഥികളായി എത്തിയ ഡോക്ടർ P ഗീത, സഹല പരപ്പൻ, TV ശ്രീകലാ ഗുരുക്കൾ എന്നിവരാണ്. സ്വാഗത ഭാഷണത്തിനായി മഞ്ചേരി KAHM യൂണിറ്റി വിമൻസ് കോളേജ് വിമൻ സെൽ കോർഡിനേറ്റർ KM സുഹാദ മാമിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, നമ്മുടെ കോളേജിൻ്റെ മാനേജർ, മഞ്ചേരി FM ഹെഡ് C കൃഷ്ണകുമാർ സർ, ആകാശവാണിയിൽ നിന്നുള്ള മറ്റു അംഗങ്ങളെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള മുഖ്യാതിഥികൾ ഡോക്ടർ P ഗീത, സഹല പരപ്പൻ,
മിസ് ശ്രീകല ഗുരുക്കൾ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമ്മൾ കോളേജിൽ ആകാശവാണി വന്നിട്ട് കുറച്ച് മുന്നേ പ്രോഗ്രാംസൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇത്രയും വിപുലമായിട്ട് മഞ്ചേരി FM-ഉമായിട്ട് സഹകരിച്ച് നമുക്കൊരു പ്രോഗ്രാം നടത്താൻ സാധിക്കുന്നത് ആദ്യമായിട്ടാണ്. അതും നല്ലൊരു ഒക്കേഷനിൽ നടത്താൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇൻ്റർനാഷണൽ വിമൻസ് ഡേ നന്നായിട്ട് ആഘോഷിക്കണമെന്ന് വിമൻസ് സെല്ലിൻ്റെ കീഴിൽ നന്നായിട്ട് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കുമ്പോഴാണ് ആകാശവാണിയിൽ നിന്ന് ഇങ്ങനൊരു കോള് വരുന്നത്. അത് ഞങ്ങൾക്കും നല്ലൊരു കാര്യമായി. നമുക്ക് ഒന്നിച്ച് നല്ല രീതിയിൽ ഇത് ആഘോഷിക്കാൻ പറ്റണം എന്നുള്ളൊരു സന്തോഷം, അതിന് നമ്മളെ യൂണിറ്റി വിമൻസ് കോളേജിനെ തിരഞ്ഞെടുത്തതിനെ ആകാശവാണിയിലുള്ള ഓരോരുത്തരോടും നമ്മളെ നന്ദി അറിയിക്കുകയാണ്. ഇനി നമ്മളെ പ്രോഗ്രാമിലെ എൻ്റെ കർത്തവ്യത്തിലേക്ക് വരാം. ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിട്ടുള്ള ഓരോരുത്തരെയും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ പ്രോഗ്രാമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇതിന് വേണ്ട എല്ലാ സപ്പോർട്ടും തന്നിട്ടുള്ള നമ്മളെ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ബഷീർ ഉമ്മത്തൂർ സാറിനെ ഞാൻ സ്നേഹത്തോടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്ത് പ്രോഗ്രാമുകൾക്കും എപ്പോഴും പച്ചക്കറി കാട്ടുന്ന നമ്മളെ മാനേജർ അബ്ദുൽ അലി സാറിനെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൻ്റെ മെയിൻ ബ്രെയിൻ എന്ന് പറയുന്നത് ആകാശവാണിയിൽ നിന്നുള്ള കൃഷ്ണകുമാർ സാറും അതേപോലെ മുനീർ സാറുമാണ്. അവരൊരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളികളുടെ ഒരു മാലപ്പടക്കം തന്നെയായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട്. ഇത് ഒന്ന് സക്സസ് ആയിട്ട് നടത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്ത് ഇതിന് മുന്നോട്ട് വന്ന് അവരെ ഞാൻ നമ്മളെ ഈ പ്രോഗ്രാമിലേക്കും കോളേജിൻ്റെ പേരിലും വിമൻസ് സെല്ലിൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. പിന്നെ നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള ഡോക്ടർ പി ഗീത മാം എഴുത്തുകാരിയാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്. നമുക്ക് മാമിൻ്റെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. മാമിനെ ഞാൻ കോളേജിൻ്റെ പേരിലും ആകാശവാണിയുടെ പേരിലും വിമൻസ് സെല്ലിൻ്റെ പേരിലും പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സഹല പരപ്പൻ. ആൾ ചെറിയൊരു കുട്ടിയാണ്, നിങ്ങളെയൊക്കെ പോലെ തന്നെ, പക്ഷേ ഒരു ട്രാവലറാണ്, ഒരു ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡറാണ് ഈ ചെറിയ പ്രായത്തിൽ. ഇവരെയൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാനുള്ള കാരണം തന്നെ അതാണ്, നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. നമ്മളെ ഈ പ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത് ആക്സിലറേറ്റ് ആക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ പ്രഗത്ഭരായിട്ടുള്ള ലേഡീസിനെ നിങ്ങളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം സഹല പരപ്പിനെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നെക്സ്റ്റ് എത്തിയിട്ടുള്ളത് നമ്മുടെ TV ശ്രീകല ഗുരുക്കളാണ്. മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ലേഡീസ് എത്തിപ്പെടാൻ സാധ്യത കുറവുള്ളൊരു ഏരിയയാണ്. ആ ഒരു ഏരിയയിൽ നിന്നൊരാളെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മൾ ലേഡീസ് എത്തിപ്പെടുന്ന കുറേ ഏരിയകളും നമുക്ക് അന്യം നിൽക്കുന്ന കുറേ ഏരിയകളുണ്ട്. അതിൽ അന്യം നിൽക്കുന്നതെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരു ഏരിയയിൽ അത്രയും വലിയൊരു പൊസിഷനിൽ എത്രയോ വർഷമായിട്ട് വിന്നറായിട്ടും ട്രെയിനറായിട്ടും ആക്ട് ചെയ്യുന്ന ശ്രീകല ഗുരുക്കളിനെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് ഓൾ ഇന്ത്യ റേഡിയോ മഞ്ചേരി FM-ൻ്റെ പേരിലും വിമൻസ് സെൽ KHM യൂണിറ്റിയുടെ പേരിലും എല്ലാവരുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് ഈ പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള നമ്മളെ സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്, ടീച്ചർ റെപ്രസെൻറ്റേറ്റീവ്സ്, ഇതിൽ സംബന്ധിക്കാൻ എത്തിയിട്ടുള്ള എല്ലാ ശ്രോതാക്കളെയും എല്ലാ സ്റ്റുഡൻസിനെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഇനി അധ്യക്ഷ പ്രസംഗം നടത്തുന്നത് ബഹുമാന്യനായ മഞ്ചേരി KHM യൂണിറ്റി വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ മുഹമ്മദ് ബഷീർ ഉമ്മത്തൂർ സാറാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ചടങ്ങിന് സ്വാഗതം ആശംസിച്ച നമ്മുടെ കോളേജിലെ വിമൻസ് സെൽ കോർഡിനേറ്ററും കെമിസ്ട്രി വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസറുമായിട്ടുള്ള മിസ് സുഹാദ KM, കോളേജ് മാനേജർ അബ്ദുൽ അലി സാർ, മഞ്ചേരി FM പ്രോഗ്രാം മേധാവിയായിട്ടുള്ള കൃഷ്ണകുമാർ സാർ, അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവായിട്ടുള്ള മിസ്റ്റർ മുനീർ ആമയൂർ, IQC കോർഡിനേറ്റർ ഷാഹിന മോൾ,
കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ മിസ് ഫിദ, അതുപോലെ തന്നെ ഇന്നിവിടെ നമ്മോട് സംവദിക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ പി ഗീത മാഡം, മിസ് ഷഹല പരപ്പൻ, അതുപോലെ തന്നെ TV ശ്രീകല കുരുക്കളവർകളെ, റേഡിയോ ക്ലബ് കോർഡിനേറ്ററായിട്ടുള്ള മിസ് MK വിനീത, ഇന്നിവിടെ കൾച്ചറൽ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുന്ന ഹന്ന അൻസാർ, നന്ദന ദാസ്, പാർവതി T, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, മഞ്ചേരി FM റേഡിയോയുടെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വിദ്യാർത്ഥിനികളെ, ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മാർച്ച് 8 എല്ലാ വർഷവും അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് ആഘോഷിച്ച് വരികയാണ്. ഈ മാസം മാർച്ച് 8 രണ്ടാം ശനി ആയതുകൊണ്ടാണ് നമ്മൾ 2 ദിവസം പ്രീപോൺ ചെയ്തിട്ട് ഇന്ന് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നടത്താമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നത്. അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം എല്ലാ വർഷവും വിപുലമായിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ കോളേജിൽ നടക്കാറുണ്ട്. ഈ വർഷവും അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളുടെ പ്രാരംഭഘട്ടത്തിലാണ് കൃഷ്ണകുമാർ സാറുടെ ഒരു ഫോൺ വരികയും നമ്മൾ മഞ്ചേരി FM സഹകരിച്ചിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്താമെന്ന് തീരുമാനിക്കുകയുണ്ടായത്. ഇത്രയും വലിയൊരു മീഡിയ ആയിട്ടുള്ള മഞ്ചേരി FM നമ്മുടെ കോളേജുമായിട്ട് സഹകരിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് മുന്നോട്ട് വന്നതിന് അതിൻ്റെ ഭാരവാഹികളോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ സ്ത്രീ ശാക്തീകരണം സാധ്യമാവുകയുള്ളൂ എന്ന് 33 വർഷങ്ങൾക്ക് മുമ്പ് മുൻകൂട്ടി കണ്ട ഒരു വ്യക്തിയായിരുന്നു കൊരമ്പയിൽ അഹമ്മദ് ഹാജി സാഹിബ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് 1991 കേരളത്തിൽ എയ്ഡഡ് മേഖലയിൽ ആദ്യമായിട്ട് മലപ്പുറം ജില്ലയിൽ യൂണിറ്റി വിമൻസ് കോളേജ് സ്ഥാപിതമാവുന്നത്. നമ്മുടെ കോളേജിലെ വിദ്യാർത്ഥിനികൾക്കും സഹപ്രവർത്തകർക്കൊക്കെ അതിൻ്റെ ചരിത്രം അറിയാമെങ്കിലും വേറെയും ഒരുപാട് വിശിഷ്ട വ്യക്തികൾ ഇവിടെ ഉള്ളത് കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട 2 വാക്ക് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ അവസരത്തിൽ. 1991 ഡിസംബർ മാസത്തിലാണ് ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ നിലവിൽ വരുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹ്യപരമായിട്ടൊക്കെ ഒരുപാട് പിന്നോക്കം നിന്നിരുന്ന മലപ്പുറം ജില്ലയിലെ സ്ത്രീ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ മലപ്പുറം ജില്ലയിൽ സ്ഥാപിതമായത്. ആദ്യം ഒരു വാടക കെട്ടിടത്തിൽ വെറും 3 ഡിഗ്രി കോഴ്സുകളും 35 വിദ്യാർത്ഥിനികളുമായി തുടങ്ങിയ നമ്മുടെ സ്ഥാപനം 1996 ഈ 17 ഏക്കറിലധികം സ്ഥലമുള്ള ഈ ക്യാമ്പസിലേക്ക് പറിച്ചു നടപ്പെട്ടത്. ഈ 33 വർഷത്തിൻ്റെ ഇടയിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ സാമൂഹിക മണ്ഡലങ്ങളിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് വരുത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള നിലയിൽ വളരെയധികം അഭിമാനമുണ്ട്. നമ്മുടെ കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കി പോയ പല വ്യക്തികളും ഇപ്പോൾ നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലൊക്കെ ഉയർന്ന പൊസിഷൻസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷമാണ് നമ്മൾ ഇൻ്റർനാഷണൽ അലുമിനി ചാപ്റ്റർ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. വളരെയധികം സന്തോഷമുള്ളൊരു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള 3 വിശിഷ്ട വ്യക്തികളും അവരുടേതായിട്ടുള്ള ഫീൽഡുകളിൽ അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ചതാണ്. അവരുടെ കൂട്ടത്തിലേക്ക് ഈ ഒരു വർഷം നമ്മുടെ കോളേജിലുള്ള ഫാരിസ റഹ്മയെയും കൂട്ടിയോജിപ്പിക്കാൻ പറ്റി എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ 38ാമത് ഏഷ്യൻ ഗെയിംസിൽ കളരിപ്പയറ്റ മത്സരത്തിൽ കേരളത്തിനെ പ്രതിനിധീകരിച്ച് ഗോൾഡ് മെഡൽ നമ്മുടെ കോളേജിലെ ഫാരിസ റഹ്മ 4th സെമസ്റ്റർ കമ്പ്യൂട്ടർ സയൻസിലുള്ളത് നേടിയെടുക്കുകയുണ്ടായി. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീകല മാഡം കളരിപ്പയറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് റെക്കോർഡുകളുള്ള വ്യക്തിയാണ്. അവർ ഈ ഫാരിസ റഹ്മയുടെ ഒരു കോച്ചായിരുന്നു എന്നുള്ളതും വളരെയധികം അഭിമാനത്തോടുകൂടി ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഗീത മാഡം നമ്മുടെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഹിക്മത്തുള്ള സാറുടെ ഗൈഡ് കൂടിയാണ് എന്നുള്ളതും വളരെയധികം അഭിമാനമുണ്ട്. അതുപോലെ തന്നെ സഹല പരപ്പൻ നേരത്തെ ഉദ്ഘാടന പ്രസംഗത്തിൽ ആമുഖ പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ നിങ്ങളുടെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള ഒരു പെൺകുട്ടിയാണ്. ഇപ്പോൾ ജസ്റ്റ് PG കഴിഞ്ഞിട്ടുള്ളൂ മാസ് കമ്മ്യൂണിക്കേഷനിൽ മധ്യപ്രദേശിലുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും. അവർ അരീക്കോട് നിന്നും ലഡാക്ക് വരെ സൈക്കിളിൽ 90 ദിവസം കൊണ്ട് യാത്ര പോയി മടങ്ങി വന്ന ആളാണ്. അപ്പോൾ ഇതൊക്കെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച പോലെ ഇങ്ങനത്തെ വ്യക്തികളൊക്കെ നമ്മളെ ക്യാമ്പസിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളതും ഇവരിനി നിങ്ങളുമായിട്ട് സംവദിക്കുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരുപാട് മേഖലകൾ
ഉണ്ട് എന്നും അതിലേക്ക് നമുക്കും എത്തിപ്പെടാൻ പറ്റും എന്നും ഇവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നിങ്ങളെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമുകൾക്കുണ്ട് എന്നും കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ കൂടുതലൊന്നും ദീർഘമായി സംസാരിക്കുന്നില്ല. കാരണം വളരെ വിശിഷ്ടമായിട്ടുള്ള ഈ വ്യക്തികൾക്ക് നിങ്ങളുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ഒരു സമയവും ഇതുമായിട്ട് ബന്ധപ്പെട്ട് തരുന്നുണ്ട്. കൃഷ്ണകുമാർ സാർ പറഞ്ഞത് ഈ വനിതാ ദിനത്തിനോടനുബന്ധിച്ച് ശനിയാഴ്ച 11 മണിക്ക് മഞ്ചേരി FM-ൽ ഇത് പ്രക്ഷേപണം ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അത് കേൾക്കണം. നമ്മുടെ കോളേജിനെ മാക്സിമം ഹൈറ്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ നിങ്ങളും പങ്കാളികളുമാണെന്ന് അറിയിച്ചുകൊണ്ട് ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇതിന് വേദിയാകുന്നതിന് വേണ്ടി യൂണിറ്റി കോളേജ് തിരഞ്ഞെടുത്ത FM-ൻ്റെ ഭാരവാഹികളോടുള്ള അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഈ ചടങ്ങിൽ മുഖ്യഭാഷണം നടത്തുന്നത് മഞ്ചേരി ആകാശവാണി പ്രോഗ്രാം മേധാവി സി കൃഷ്ണകുമാർ സാറാണ്. അദ്ദേഹത്തെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, കോളേജ് മാനേജർ, വിശിഷ്ട വ്യക്തികളെ, കോളേജിലെ മറ്റ് അധ്യാപിക അനധ്യാപിക സുഹൃത്തുക്കളെ, വനിതാ കോളേജ് ആയതുകൊണ്ട് വിദ്യാർത്ഥിനികളാണ് ഇതിൽ കൂടുതലും, അല്ലേ? കൂടുതലും എല്ലാവരും ഈ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഇത്രയും ആൾക്കാരെ മുമ്പിൽ കാണുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഒരു സന്തോഷം നമുക്കില്ല. ഇങ്ങനൊരു അന്താരാഷ്ട്ര വനിതാ ദിനത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത മനസ്സിൽ വന്നപ്പോൾ ആദ്യമായിട്ട് ആലോചിച്ചത് മഞ്ചേരി ആകാശവാണി എന്തുകൊണ്ട് യൂണിറ്റി കോളേജ് ഒരു വനിതാ കോളേജാണ്, അവിടെ ഇങ്ങനൊരു പരിപാടി നടത്തുകയാണെങ്കിൽ ഇത്രയും ഇത് കേൾക്കുന്ന ആൾക്കാരെങ്കിലും റേഡിയോയുമായും റേഡിയോയുടെ ശക്തിയുമായിട്ട് അവർക്കൊരു ബന്ധമുണ്ടാവും. പലപ്പോഴും നമ്മുടെ കുട്ടികൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ആക്റ്റീവാണ്. പക്ഷെ അവർ റേഡിയോ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എത്ര പേര് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. ഒന്ന് കൈവക്കിയേ, എത്ര പേര് റേഡിയോ കേൾക്കുന്നുണ്ട് എപ്പോഴെങ്കിലും? സത്യമായിട്ട് പറഞ്ഞാൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഒരു 20% ആൾക്കാരേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം പറയാണ്ട്, ഇന്ന് പത്രം വായിക്കുന്ന ആൾക്കാർ എത്ര ഉണ്ടാവും? ഉണ്ട്. ഓക്കെ, നല്ല കാര്യം. പത്രത്തിലുള്ളൊരു പ്രശ്നം ഇന്നലത്തെ വാർത്തകളാണ് ഇന്ന് വരുന്നത്. റേഡിയോയിലുള്ളൊരു ഗുണം ഇന്ന് എന്ത് സംഭവിക്കുന്നു അതാണ് ഇന്ന് വരുന്നത്. നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, പക്ഷേ സോഷ്യൽ മീഡിയയിലെ വാർത്തകൾ എത്ര കണ്ട് ഡിപ്പെൻഡബിൾ ആണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. അറിയോ? 100% സത്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പണ്ട് നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ അന്തരിച്ചു എന്ന് എല്ലാ പ്രൈവറ്റ് ചാനലുകളും അനൗൺസ് ചെയ്യുകയും പരിപാടികൾ കൊടുക്കുകയും KR നാരായണൻ്റെ വീടിനെക്കുറിച്ചും പഠിച്ച വിദ്യാലയത്തെക്കുറിച്ചൊക്കെ വിഷ്വൽസ് കാണിക്കുകയൊക്കെ ചെയ്തപ്പോൾ ആ വാർത്ത പുറത്തു വിടാതിരുന്ന ഏക മാധ്യമം ആകാശവാണിയായിരുന്നു. കാരണം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ശരിക്കും KR നാരായണൻ മരിച്ചത്. അപ്പോൾ ഒരു മാധ്യമത്തിൻ്റെ വിശ്വാസ്യത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആര് പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഓരോ സമയത്തും നമുക്കറിയാം, പ്രധാനപ്പെട്ട ഈ ന്യൂസിനൊരു പ്രശ്നമുണ്ട്. ആദ്യമായിട്ട് ആർക്കാണ് ന്യൂസ് കിട്ടുന്നത് അവരാണത് എനിക്ക് ആദ്യം കിട്ടിയെന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതിൽ സത്യസന്ധത എന്ന് പറയുന്ന കാര്യം രണ്ടാമതേ വരുന്നുള്ളൂ. പരസ്യത്തിൻ്റെ മുകളിൽ മാത്രം പോയി ഈ സത്യസന്ധത 2ാം സ്ഥാനത്തേക്ക് വയ്ക്കുന്ന ഒരുപാട് മാധ്യമങ്ങളുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കാത്തൊരു കാര്യം, അവരുടെ ക്രെഡിബിലിറ്റി എന്ന് പറയും, വിശ്വസനീയത എന്ന് പറയും. അത് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആൾക്കാർ ഒന്നുകൂടി ചെക്ക് ചെയ്യും, ഇത് ആകാശവാണിയിൽ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലെങ്കിൽ സംശയം തന്നെയാണ്. നമ്മൾ ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ വാർത്ത കുറച്ച് കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നതെങ്കിലും നമ്മൾ കൊടുക്കുന്ന വാർത്ത 100% സത്യസന്ധമായിരിക്കും. ക്ലാരിഫിക്കേഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ പാടുള്ളൂ, നമ്മൾ കൊടുക്കാറുള്ളൂ. അപ്പോൾ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് നിങ്ങൾ ഈ ഒരു കോളേജിലെ ഇത്രയും പുഞ്ചിരിക്കുന്ന മുഖങ്ങൾ മുന്നിൽ കാണുമ്പോൾ നാളത്തെ നമ്മുടെ ലോകം മുന്നോട്ട് നയിക്കേണ്ടത്
നിങ്ങളാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് ആദ്യമായിട്ടുണ്ടാവേണ്ടത്. ആരാണ് നിങ്ങളെ തടയുന്നത്? സ്ത്രീകൾ എന്തുകൊണ്ട്, പെൺകുട്ടികൾ എന്തുകൊണ്ട് സമൂഹത്തിൽ വരുന്നില്ല, ഇറങ്ങുന്നില്ല? ഇപ്പോൾ ഇവിടെ 2-3 ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടു. സ്വന്തമായിട്ട് സൈക്കിളിൽ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തു എന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് വാളുകൊണ്ട് നിലത്തും വായുവിലും അഭ്യാസങ്ങളൊക്കെ നടത്തി ചാമ്പ്യനായ ആളുണ്ട്. എഴുത്തിലൂടെയും പ്രഭാഷണത്തിലൂടെയും നമ്മുടെ സമൂഹത്തെ മാറ്റിമറിച്ച ഗീത ടീച്ചറുണ്ട്. ഇവരൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സ്ഥിതിയിലെത്തിയത്? ഈ സ്ഥിതിയിൽ നിങ്ങൾക്ക് എത്താൻ എന്താണ് തടസ്സം? ആരാണ് നിങ്ങളെ തടയുന്നത്? നിങ്ങളോട് ആരെങ്കിലും ഇങ്ങനെ ആവണ്ടെന്ന് പറഞ്ഞോ? അപ്പം നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളൊരു ആമയുടെ പോലെ നിങ്ങൾ പുറന്തോടിലേക്ക് ഒതുങ്ങിക്കൂടുന്നു? സ്വയം ചോദിക്കണം. നിങ്ങൾ നമ്മളോട് ചൂണ്ടുന്ന ഒരു വിരൽ 4 വിരൽ നമ്മളോട് തന്നെ ചൂണ്ടുന്നത്. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാവും, നമ്മുടെ ശത്രു ആരാണ്? സമൂഹമാണോ നിങ്ങളാണോ? ഉയരത്തിലേക്ക് ഒരു പട്ടം പറക്കുമ്പോൾ അതിനെ കയറുകൊണ്ട് താഴെ വലിക്കുന്നത് ആരാണ്? നമ്മൾ തന്നെ, നമ്മൾ മാത്രം. നിങ്ങളൊക്കെ ഉയരത്തിൽ പറന്ന് ഈ രാജ്യം ഭരിക്കേണ്ട ആൾക്കാരും ഈ രാജ്യത്തെ ഭരണാധികാരികളും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ഒക്കെ ആവേണ്ടത് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. യാതൊരു സംശയം വേണ്ട ആ കാര്യത്തിൽ. അതിന് നിങ്ങളെന്ത് വേണം? നിങ്ങളെ ഈ പലതരത്തിലെ പുറന്തോടുകളുണ്ട്. ഒരു പെൺകുട്ടിക്ക് രാത്രി നടക്കാൻ പാടുമോ? 9 മണിക്ക് മഞ്ചേരി അങ്ങാടി കൂടെ ഒരാളുടെയും സുരക്ഷയില്ലാണ്ട് സ്വന്തമായിട്ട് നടന്ന് അവനവന് തോന്നുന്നൊരു ഷോപ്പിൽ കയറി ഭക്ഷണം കഴിച്ച് ഒരു സിനിമ കണ്ട് വീട്ടിലേക്ക് 11 മണിക്ക് തിരിച്ചെത്തുമ്പോൾ വീട്ടിലെ ആൾക്കാർ ചോദിക്കും ഇടയ്ക്ക്, എവിടെ പോയിരുന്നു? ഞാൻ നടക്കാൻ പോയിരുന്നു. എന്താ നടക്കാൻ? എന്താ നടന്നാൽ? ആണുങ്ങൾക്ക് നടക്കാമെങ്കിൽ എൻ്റെ അനുജനോ എൻ്റെ ചേട്ടനോ നടക്കുന്നുണ്ടല്ലോ, ആരും ഒന്നും പറയുന്നില്ലല്ലോ. അവർ തന്നെയല്ലേ. എന്താണ് ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം? ഇതാരാണ് സൃഷ്ടിക്കുന്നത്? ഈ സമൂഹം സൃഷ്ടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾ അത്രയ്ക്ക് മതി. നിങ്ങൾ അടുക്കളയിലും ഭർത്താവ് പറയുന്നത് കേട്ടിട്ട് 24 മണിക്കൂറും ഭർത്താക്കന്മാർ പറഞ്ഞത് കേട്ടിട്ടോ അച്ഛനമ്മമാർ പറഞ്ഞു കേട്ടിട്ടോ അടുക്കളയിലൊക്കെ ഒതുങ്ങി കൂടിയേ മതി. നിങ്ങൾക്ക് എഴുതണ്ടേ? നിങ്ങൾക്ക് വായിക്കണ്ടേ? എഴുത്തുകാരുണ്ടല്ലോ ഒരുപാട്. ഗീത ടീച്ചറോടൊക്കെ ചോദിച്ചാൽ അറിയാം. ഒരുപക്ഷെ അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിട്ടും മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടും പിന്നെ രാത്രി ഉറക്കം വായിച്ചിട്ടാണ് അവർ എഴുത്തുകാരിയായത്. നിങ്ങൾക്ക് എഴുതണമെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സ്പേസ് വേണം, നിങ്ങളുടേതായിട്ടുള്ള സമയം വേണം. ആര് തരും? വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് ഭർത്താവിൻ്റെയോ അച്ഛനമ്മമാരുടെ എല്ലാ കാര്യവും നോക്കി ഒരു 10 മണി കഴിഞ്ഞ് വേണമെങ്കിൽ നീ എഴുതിക്കോ എന്നൊരു സൗജന്യം വീട്ടിലെ ആൾക്കാർ തരും. അപ്പം നിങ്ങൾ ഉറക്കമൊഴിച്ച് 11 മണി മുതൽ 12 മണി വരെ എഴുതിയിട്ടോ പഠിച്ചിട്ടോ നിങ്ങളുടെ കലകളിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പ്രാഗൽഭ്യം തെളിയിച്ചിട്ടൊക്കെയാണ് ഈ ആൾക്കാർ വളർന്നു വന്നിരിക്കുന്നത്. ഇങ്ങനെ മതിയോ? സ്വയം ചിന്തിച്ചു നോക്കണം. വീട്ടിൽ എല്ലാ ആൾക്കാരും എല്ലാ ജോലികളും ഒരുമിച്ച് ചെയ്യണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എൻ്റെ വീട്ടിൽ കുട്ടിക്കാലം മുതൽ അങ്ങനെയായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ഞാനും എൻ്റെ ചേച്ചിമാരും ഒക്കെ അടുക്കളയിൽ കയറിയിട്ടാണ് എല്ലാ പണികളും ചെയ്തിരുന്നത്. റേഡിയോ ഉണ്ടാവും ഒരു കൂട്ടിന്. റേഡിയോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാർത്തകൾ അറിയാം, കാര്യങ്ങളറിയാം, എല്ലാ കാര്യവും നമ്മൾ അപ് ടു ഡേറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊക്കെ വളർന്നു വന്ന്. ഞാനൊരു സാധാരണ സ്കൂളിൽ പഠിച്ച ആളാണ്. എൻ്റെ നാട്ടിൽ പെരുമുടിയൂർ എന്ന് പറയുന്ന പട്ടാമ്പിക്ക് അടുത്തുള്ള സ്ഥലത്ത് യാതൊരു ഒരു നിങ്ങളീ പറയുന്ന ഈ കോളേജിലുള്ള ഈ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ ഞാൻ പഠിച്ച കോളേജിൽ ആ കൊല്ലം 1980-കളിലും 85-കളിലൊക്കെ ഉള്ള സ്ഥിതിയാണ്. അധ്യാപകന്മാരില്ല, ലൈബ്രറി എന്താണെന്ന് അറിഞ്ഞുകൂടാ. അങ്ങനെയൊക്കെയുള്ളൊരു സ്ഥിതി മാറിയിട്ട് ഇപ്പോൾ എല്ലാം ഒക്കെ നമ്മുടെ വിരൽത്തുമ്പിലുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരുന്നില്ല? ഞാനൊക്കെ ഹിന്ദു പത്രം വായിക്കാൻ വേണ്ടി 2 കിലോമീറ്റർ നടന്നിട്ടാണ് പത്രം വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നത്. എത്രയോ വർഷം പുസ്തകങ്ങൾ ഏറ്റിക്കൊണ്ടുവന്നിരുന്നു വായനശാലകളിൽ പോയിട്ട്. സ്വന്തമായിട്ട് പുസ്തകം വാങ്ങിക്കാൻ പൈസ വേണ്ടേ? അപ്പം നിങ്ങൾ സ്വന്തം ആലോചിക്കണം. നിങ്ങളുടെ ശക്തി നിങ്ങളുടെ തന്നെയാണ്. പക്ഷേ ആനയ്ക്ക് ആനയുടെ ശക്തി അറിയില്ല എന്ന് പറയുന്ന പോലെയാണ് ഇവിടുത്തെ ഈ സ്ത്രീ സമൂഹത്തിൻ്റെ പ്രശ്നം. നിങ്ങൾക്കൊന്നും നിങ്ങളുടെ ശക്തിയെക്കുറിച്ചുള്ള ബോധമില്ല.
നിങ്ങൾക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വല്ലവരും എന്തെങ്കിലും നിങ്ങളെ നോക്കുമോ? നിങ്ങളെ ഒന്ന് കണ്ണ് നോക്കിയാൽ മതി, രൂക്ഷമായിട്ട് അങ്ങ് നോക്കിയാൽ മതി. ഒരാൾ നിങ്ങളെ നേരെ കൈ പൊന്തിക്കില്ല. ഒരു സംശയം, ഒരു പോലീസുകാരുടെ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ആവശ്യമില്ല. കോഴിക്കോടൊക്കെ ഉണ്ടല്ലോ, കലക്ടറേറ്റിൽ നിന്നൊക്കെ ചില വനിതാ ദിനത്തിനൊക്കെ രാത്രി സ്ത്രീകളൊക്കെ ഇറങ്ങി നടക്കും. എല്ലാ ദിവസവും നടക്കണമെന്നേ. വനിതാ ദിനത്തിന് 8-ാം തീയതി മാത്രം നടന്നാൽ മതിയോ? 9-ാം തീയതി നടക്കണ്ടേ? എല്ലാ ദിവസവും അങ്ങ് നടക്കുക. ബസ്സിൽ ഏത് സീറ്റിൽ കയറിയാലും അങ്ങ് ഇരുന്നേക്കുക. ആണോ പെണ്ണോ ഒരു വ്യത്യാസവും വേണ്ട. ട്രെയിനിൽ ഇരിക്കുമ്പോൾ കുഴപ്പമില്ല, ബസ്സിലിരിക്കുമ്പോൾ സീറ്റ് ഷെയർ ചെയ്താൽ എന്തോ ലോകം മുഴുവനെ കപട സദാചാരം, ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കുമോ? ഈ വിചാരം ആദ്യം മാറണം. ഇത്രയും കുട്ടികൾ ഉള്ളതല്ലേ, നിങ്ങൾ സ്വന്തം ചോദിക്കുക, അല്ലെങ്കിൽ വീട്ടിലെ ആൾക്കാരോട് പറയുക, ഞാൻ ഇൻഡിപെൻഡൻ്റ് ആണ്, ഞാൻ സ്വതന്ത്രയാണ്, എനിക്ക് തോന്നുന്ന രീതിയിൽ ഞാൻ ചിന്തിക്കാനും നല്ല രീതിയിൽ ജീവിക്കാൻ. തോന്നുന്ന രീതിയിൽ പറഞ്ഞാൽ എന്തെങ്കിലും രീതിയിലല്ല പറയുന്നത്, നല്ല രീതിയിൽ തന്നെ. എനിക്ക് എന്തൊക്കെ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ നടത്താൻ അച്ഛനും അമ്മോടും പറയാം. അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ഇന്നു മുതൽ ചെയ്തു തരണം. എന്നിട്ട് നിങ്ങളൊരു ഒരു കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ആലോചിക്കണം നിങ്ങൾ എവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോയെന്ന്. അതാണ് സ്ത്രീ സമത്വം എന്ന് പറയുന്നത്. സ്ത്രീയും പുരുഷനും തുല്യരാണ്. ആരാണ് അല്ല എന്ന് പറഞ്ഞേ? ഇതൊക്കെ ആരാ പറഞ്ഞത്? നിങ്ങൾ സ്ത്രീ സ്വതന്ത്രമല്ല എന്നും സ്ത്രീ വേറെ എവിടെയെങ്കിലും ആണെന്നും ആരാ പറഞ്ഞത്? ഇതൊക്കെ നമ്മളൊക്കെ തന്നെ പറയാൻ നമ്മൾ കാത്തിരുന്നു. മനസ്സിലായോ? നമ്മളാണ് പറയേണ്ടത്. നമ്മളൊക്കെ ഈക്വൽ. ആരെങ്കിലും പറഞ്ഞോ? ഞാൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല സ്ത്രീയും പുരുഷനും തുല്യരല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആരെങ്കിലും ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുണ്ടോ സ്ത്രീകളും പുരുഷന്മാരും തുല്യരല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? നിയമങ്ങളിൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഞാനൊരു കുറ്റം ചെയ്താലും ഒരു സ്ത്രീ ഒരു കുറ്റം ചെയ്താലും ഒരേ ശിക്ഷയല്ലേ? അല്ലേ? വല്ല വ്യത്യാസമുണ്ടോ? നിയമങ്ങളിലോ കൂലിയിലോ ഒന്നും വ്യത്യാസമില്ലല്ലോ. പക്ഷെ കൂലിയൊക്കെ എവിടെ? കേരളത്തിലൊക്കെ കൂലി കൊടുക്കുന്നത് എങ്ങനെയാണ്? ആണുങ്ങൾക്ക് 800 രൂപയാണെങ്കിൽ സ്ത്രീകൾക്ക് 500 രൂപയെ കൊടുത്തിരുന്നത്. പിന്നെ വീടുകളിലും അതെ. അമ്മമാരെന്ത് ചെയ്യും? ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ആണുങ്ങളെ കൊണ്ടൊരു ചായ ഉണ്ടാക്കിക്കോ, ആൺകുട്ടിയെ കൊണ്ടൊരു ചായ ഇടിക്കോ, അപ്പം വിളിക്കും, മോളെ ഒരാൾ വന്നിട്ട് ചായ ഉണ്ടാക്കിക്കോ പറയും. ഇത് ആൺകുട്ടികളെ കൊണ്ട് പഠിപ്പിക്കണം. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ്. എൻ്റെ മോന് ചായ ഉണ്ടാക്കാൻ അറിയാം, ചോറ് വയ്ക്കാൻ അറിയാം, എല്ലാ കാര്യവും അറിയാം. കാരണം ഞാൻ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെ വേണ്ടത് ഈ സമൂഹത്തിൽ. അപ്പം മാത്രമേ, അല്ലാണ്ട് നമ്മൾ ഈ ദിനാഘോഷം നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല. അത് നിങ്ങൾ സ്വന്തം മനസ്സിലാക്കും. നിങ്ങൾ എന്ത് വേണം? സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആണെന്ന് തീരുമാനിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പ്രഭാഷണങ്ങളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അവരവരുടെ ജീവിതം നിങ്ങളുടെ മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ്. പുസ്തകം മാറണം, മാറിയേ പറ്റൂ. അല്ലാണ്ട് മഞ്ചേരി ആകാശവാണി യൂണിറ്റി കോളേജിലൊരു പ്രഭാഷണം നടത്തിയോണ്ടൊന്നും. പക്ഷെ മാറണം. അതെന്തിനാണ് ഇവിടെ വെച്ച് നടത്തിയത്? ഇത് വലിയൊരു വനിതാ കോളേജാണ്. ഇത്രയും ആൾക്കാർ വീട്ടിൽ പോയി ആ നമ്മുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഗ്രൂപ്പിൽ കൊടുക്കണം, നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയണം. അങ്ങനൊരു മാറ്റമാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മളൊരു പൊതുപ്രക്ഷേപകരാണ്. ഞങ്ങൾക്ക് നിങ്ങളോടെ പറയാൻ പറ്റും. നിങ്ങളാണ് നാളത്തെ രാജ്യം ഭരിക്കേണ്ടത്. ഞാൻ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കും, അല്ലാണ്ട് എനിക്കിത് എങ്ങനെയൊന്നും അറിഞ്ഞൂടാ. എനിക്ക് നിങ്ങളാണ്, നിങ്ങൾ മാത്രം എൻ്റെ ശക്തി. ശ്രോതാക്കളാണ് എൻ്റെ ശക്തി, മൈക്കാണ് എൻ്റെ ശക്തി. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി ഇവിടെ വയ്ക്കാൻ തീരുമാനിച്ചത്. ഞങ്ങൾ മാത്രമല്ല വന്നിരിക്കുന്നത്, പേര് പറയാത്ത ഒരുപാട് പേരുണ്ട്. ഇത് റെക്കോർഡ് ചെയ്യാൻ വന്നുള്ള ആൾക്കാരുണ്ട്. ഇവിടെ എഞ്ചിനീയറിംഗ് സ്റ്റാഫുണ്ട്. ഒന്ന് എണീറ്റ് നിൽക്കുമോ? എഞ്ചിനീയറിംഗ് സ്റ്റാഫ് 2 പേരുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി വന്നിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി, യൂണിറ്റി കോളേജായിട്ട് ഞങ്ങൾക്ക് വേറൊരു ബന്ധം കൂടിയുണ്ട്. ആകാശവാണി തുടങ്ങിയത്, അതിൻ്റെ ആദ്യത്തെ പരിപാടി നടന്നത് ഈ കോളേജിൽ വെച്ചിട്ടാണ്. 2006 ജനുവരി 28 ഈ അഹമ്മദ് MP മഞ്ചേരി ആകാശവാണി ഉദ്ഘാടനം ചെയ്തപ്പോൾ കലാപരിപാടികളും ബാക്കി ചടങ്ങുകളൊക്കെ നടന്നത് ഈ കോളേജിൽ വെച്ചിട്ടാണ്. അപ്പോൾ 19 കൊല്ലം പൂർത്തിയാക്കിയ ഈ ആകാശവാണി ഒരു വനിതാ ദിനം നമ്മൾ ഇന്ന് ഇവിടെ ഈ ചടങ്ങ് നടക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അതേപോലെയുള്ളൊരു ചടങ്ങായിട്ട് മാത്രം അങ്ങനെയാണ് ഞങ്ങളിതിനെ കാണുന്നത്. രണ്ടാമത്തെ പ്രോഗ്രാം. ഒന്നാമത്തെ പ്രോഗ്രാം ഞങ്ങളുടെ ഫസ്റ്റ് ഇനോഗ്രേഷൻ. രണ്ടാമത്തെ പ്രോഗ്രാം ഇതാണ്. ഇതൊരു അവസാനമൊന്നുമല്ല. ഇനിയും കുറേ പരിപാടികൾ നടത്താൻ നമ്മൾ വിചാരിക്കുന്നുണ്ട്. ഓരോ സ്ഥലത്തും പോട്ടെ, നമുക്ക് യുവാക്കളായിട്ടും
പുതിയ തലമുറയായിട്ട് സംസാരിക്കണം. അപ്പോഴേ നമുക്ക് പുതിയ ഐഡിയകൾ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ റെഡിയാണോ ഇന്ന് മുതൽ മാറാൻ? പത്രം വായിക്കോ? റേഡിയോ കേൾക്കോ? മാറുമോ? അല്ലേ? മാറ്റം വേണ്ടേ? സ്വന്തം മാറണം. എന്നിട്ട് ഈ കോളേജിന് വേണ്ടിയിട്ട് തിളക്കങ്ങളൊക്കെ വലിയ വലിയ മെഡലുകളും ട്രോഫികളും ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവരിക, ഒക്കെ കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അത് അന്നേ നമുക്ക് അതുകൊണ്ട് ഒരു നേട്ടം ഉണ്ടാവുള്ളൂ. നിങ്ങളെ കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിന് നേട്ടം ഉണ്ടാവണം, കോളേജിന് നേട്ടം ഉണ്ടാവണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ സംസാരിച്ചാൽ ഒരു പ്രശ്നമുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ ചോറാണ് ഈ മൈക്ക് എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും ഇടയ്ക്ക് വൈകുന്നേരം വരെ. അതുകൊണ്ട് പരിപാടികൾ നടക്കണമല്ലോ. പക്ഷേ തുറന്നു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു മാറ്റം സമൂഹത്തിൽ ഉണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടി വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഇതിൽ ഒരു മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കാൻ എനിക്ക് ഒരു അവസരം തന്നതിൽ ഇതിൻ്റെ മാനേജ്മെൻറ്റിനോടും എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള എല്ലാവരും ഉണ്ട്, എല്ലാ ആൾക്കാരും, എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ പരിപാടി നിങ്ങൾ കഴിയുന്നത്ര ഈ ശനിയാഴ്ച 11 മണിക്ക് ഇത് കേൾക്കുന്ന സമയത്ത് ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഗ്രൂപ്പുകളിലൊക്കെ കൊടുക്കണം. നിങ്ങൾ പരിപാടി കേൾക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇത് അപ്പോഴേ നമുക്ക് എല്ലാവരിലും ഇത് എത്തിക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഇത്ര ആൾക്കാർ ഇത് കേൾക്കുന്നുള്ളൂ. ഇത് എത്ര പേര് കേൾക്കും നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഇത് ആയിരക്കണക്കിന് ആൾക്കാർ കേൾക്കും. കാരണം നമ്മളിത് മഞ്ചേരി ആകാശവാണി എന്ന് പറഞ്ഞാൽ വലിയ ലിസണർഷിപ്പുള്ള, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള റേഡിയോ സ്റ്റേഷൻ തിരുവനന്തപുരമോ കോഴിക്കോടോ അല്ല, മഞ്ചേരിയാണ്. മനസ്സിലായോ? ഇവിടുത്തെ ശ്രോതാക്കളുടെ ശക്തി കാണണമെങ്കിൽ 16-ാം തീയതി ഒരു ശ്രോതാക്കളുടെ സംഘം ഉണ്ടായിരുന്നു. ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. അന്ന് ഈ കോഴിക്കോട് വെച്ച് ഈ മഞ്ചേരി ഒരു സഭാ ഹാളിൽ വെച്ച് നടന്നതിൽ എണീച്ച് നടക്കാൻ വയ്യാത്തവർ, കയ്യിനും കാലിനും പ്രശ്നമുള്ള ആൾക്കാരൊക്കെ അന്ന് വന്നിട്ട് നമ്മളെയൊക്കെ എല്ലാവരും കൂടി ഷെയർ ചെയ്യുന്ന സമയത്ത് അവരുടെ മനസ്സിലുള്ളൊരു സന്തോഷമുണ്ട്. അത് നമ്മളൊന്ന് കണ്ടു നോക്കണം. കാരണം വയസ്സായ ആൾക്കാർക്ക് വേറെ എന്താണുള്ളത്? റേഡിയോ അല്ലാണ്ടേ. പുസ്തകം വായിക്കാൻ പറ്റില്ല, കണ്ണ് കാണാത്ത ആൾക്കാരായിരിക്കും. റേഡിയോ അവർക്ക് കേൾക്കാൻ പറ്റും. പ്രായമുള്ള ആൾക്കാർക്ക് ആദ്യം ചെയ്തു കൊടുക്കേണ്ട ഒരു റേഡിയോ സമ്മാനം കൊടുക്കുക. ഈ മെഡലുകളും കപ്പുകളും എല്ലാം കൊടുക്കേണ്ടത്, പുസ്തകം കൊടുക്കുക, അല്ലെങ്കിൽ റേഡിയോ കൊടുക്കുക. അയാൾ അതോട് കൂടിയിട്ട് അവരുടെ ജീവിതം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നം ഒറ്റപ്പെടലാണ്, കുടുംബത്തിൽ നിന്നുള്ള ഒറ്റപ്പെടൽ. ആരും ആരോടും സംസാരിക്കുന്നില്ല. നമ്മൾ നമ്മുടെ മൊബൈലും വെച്ച് നമ്മൾ നമ്മുടെ ലോകത്ത്. അച്ഛനമ്മമാർക്ക് ആരോടും സംസാരിക്കാനോ പറയാനോ ഇല്ല. നിങ്ങളിത് മാറ്റി റേഡിയോ കൊടുത്ത് റേഡിയോ കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ ഈ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. പെൺമയ്ക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി മഞ്ചേരി KHM യൂണിറ്റി വിമൻസ് കോളേജ് മാനേജർ എഞ്ചിനീയർ ഒ. അബ്ദുൽ അലി സാറിനെ ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. എറണാകുളത്ത് മീറ്റിങ്ങിന് പോകുമ്പോൾ മഞ്ചേരി FM എടുക്കും. അത് അവിടെ അതെല്ലാം ക്ലിയറായിട്ട് കേൾക്കുന്നതാണ്. മഞ്ചേരി FM വളരെ പ്രസിദ്ധമാണ്. കൃഷ്ണകുമാർ സാർ പറഞ്ഞ മാതിരി സഭാ ഹാളിൽ കഴിഞ്ഞ ദിവസം എൻ്റെ ലിസണേഴ്സിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. ഞാൻ പതിവായിട്ട് റേഡിയോ കേൾക്കാറുള്ള ആളല്ല, കേൾക്കണം ആഗ്രഹം. ഈ വല്ലാഞ്ചിറ ആയുർവേദിക് ആകാശവാണി പോകുന്ന വഴിയിലല്ല, അവിടെ ഉഴിച്ചിലിന് പോയപ്പോൾ അവിടെ ഈ FM മഞ്ചേരി FM അത് കേട്ടപ്പോഴാണ് ഒരു റേഡിയോ വാങ്ങിയിട്ട് ഈ പരിപാടി കേൾക്കാൻ തോന്നിയത്. കാരണം നല്ല പാട്ടും വളരെ പ്രയോജനപ്രദമായ ഇൻഫർമേഷൻസും രാവിലത്തെ പരിപാടിയിൽ കേൾക്കുന്നുണ്ട്. റേഡിയോ ആയിട്ടുള്ള ബന്ധം 1969 തൃശ്ശൂർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് റേഡിയോ അസംബിൾ ചെയ്തു. അന്ന് TV ഒന്നും എത്തിയിട്ടില്ല. ഞാനൊന്നും TV കോളേജിൽ പഠിച്ചിട്ടുമില്ല, കാരണം അന്നും TV ഇല്ല. TV കമ്പ്യൂട്ടറൊന്നും ഇല്ലാത്ത കാലത്താണ് എഞ്ചിനീയറിംഗ് പാസ് ചെയ്തത്. അന്ന് 9 അസംബിൾ ചെയ്ത റേഡിയോ മഞ്ചേരി കൊണ്ട്. അപ്പോൾ അന്നൊക്കെ റേഡിയോക്ക് ലൈസൻസ് വേണം, ഇല്ലേ സാറ്? ലൈസൻസ് വേണം സാർ. റേഡിയോക്ക് മാത്രമല്ല, നമ്മളെ ബൈസിക്കിളിനും ലൈസൻസ് വേണ്ടിയിരുന്നു. സൈക്കിള് വേണ്ടി എൻ്റെ ഇതടക്കണമായിരുന്നു. അങ്ങനെയൊന്നുണ്ട്. അങ്ങനെ സെൽഫ് അസംബിൾഡ് എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ട് അത് വാങ്ങിയത്. അന്നാണ് 1969 ഈ ആംസ്ട്രോങ് ചന്ദ്രനിൽ ഇറങ്ങിയത്. അതിൻ്റെ ന്യൂസെല്ലാം കേട്ടിരുന്നത് ആ റേഡിയോയിൽ വഴിയാണ്.
ഞാൻ പറയുന്നത് വെച്ചാൽ റേഡിയോ ഇന്ന് പ്രത്യേകിച്ച് വീട്ടമ്മമാർക്ക് വീടുകളിൽ രാവിലെ ഈ കുക്കിംഗ് സമയത്തൊക്കെ റേഡിയോ തുറന്നു വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ ഇൻഫോർമേഷൻസ് എന്ന് കിട്ടും. അതേസമയത്ത് ആസ്വാദനം, നല്ല പാട്ടുകളുണ്ടാവും. അങ്ങനെ റേഡിയോ ഇന്ന് നമ്മളിവിടെ ഇപ്പോൾ റേഡിയോയിൽ ലിസണേഴ്സ് വളരെ കുറവാണ്. പക്ഷേ റേഡിയോ ഇന്ന് വീടുകളിലൊക്കെ എല്ലാവരും കേൾക്കുന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ചോളം രാവിലെ 2 പത്രം അരിച്ചവർക്ക് വായിക്കും. അതിൻ്റെ ശേഷം പിന്നെ പോയി തിന്ന സമയം ഉണ്ടാവില്ല. വേണം ഒന്നാമത്. ഏതായാലും റേഡിയോ വാങ്ങി ഇത് കേൾക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. അന്തർദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഈ പരിപാടി ഈ കോളേജിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച കൃഷ്ണകുമാർ സാറിൻ്റെ ടീമിനെ ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. ഇന്ന് വളരെ ഗുരുതരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഗീത ടീച്ചർ അതിനെ പറ്റിയൊക്കെ പറയുന്നത് തോന്നുന്നുണ്ട്. കാരണം ഇന്ന് ഓരോ ദിവസം പേപ്പറിലും ടി വിയിലൊക്കെ കാണുന്നത് കൊലപാതകങ്ങളാണ്. ചെറിയ കുട്ടികൾ കൊലപാതകം, അടിച്ചു കൊല്ലുന്നു. പല കാരണങ്ങളുണ്ട്. ഈ മയക്കുമരുന്നിൻ്റെ പ്രചരണമുണ്ട്. അതിനോട് കൂടെ തന്നെ ഈ വയലൻസ് പ്രോത്സാഹിപ്പിക്കുന്ന സിനിമകൾ, ഇതെല്ലാം സമൂഹത്തിന് എന്തൊക്കെയോ ആക്കിയിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലാണ് ഇന്ന് സമൂഹം നിൽക്കുന്നത്. ഇന്നത്തെ പേപ്പർ വായിച്ചു കഴിഞ്ഞാലും ഉണ്ട്. സ്വന്തം അച്ഛനെ കൊന്ന മക്കൾ ഇന്നുണ്ട്. അങ്ങനെ ദിവസം ഇത് കൊലപാതകം ഒരു വിഷയമല്ലാതായിരിക്കുന്നു. അത് നടത്തുന്നവരെ 15 വയസ്സ് 16 വയസ്സ് കുട്ടികൾ വരെ നടത്തുന്നത്. ഈ ഗുരുതരമായൊരവസ്ഥയിലാണ് നമ്മളിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് പറയുന്നു, ഈ കോളേജുകളിലൊക്കെ ഇതിനെ നേരിടാനുള്ള ഒരു സംരംഭം തുടങ്ങേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ശരിക്ക് എല്ലാ കോളേജ് മാനേജ്മെൻറ്റുകളും ഇത് ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട വിഷയമാണിത് എന്നുള്ളതാണ്. അപ്പോൾ അതിനെല്ലാം ഈ ഒരു അന്തർദേശീയ വനിതാ ദിനത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിൽ പ്രത്യേകം പ്രസക്തിയുണ്ട്. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടി ഇവിടെ ഈ പരിപാടി കൊടുന്ന ആകാശവാണി മഞ്ചേരി FM-നെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാ ആശംസകളും. താങ്ക് യു സർ. ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നത് മഞ്ചേരി ആകാശവാണിയിലെ ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവ് മുനീർ ആമയൂർ സാറാണ്. അദ്ദേഹത്തെ ആശംസാ പ്രസംഗത്തിനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. To meet and to depart is the way of life. To depart and to meet is the hope of life. കണ്ടുമുട്ടുക, പിരിയുക എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ ഒരു രീതി. പിരിഞ്ഞതിന് ശേഷം വീണ്ടും എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാം എന്നുള്ളതാണ് ജീവിതത്തിൻ്റെ വലിയ ഒരു പ്രതീക്ഷ. ബഹുമാന്യനായ അധ്യക്ഷൻ പ്രിൻസിപ്പൽ ശ്രീ ബഷീർ ഉമ്മത്തൂർ, മഞ്ചേരി FM പ്രോഗ്രാം മേധാവി ശ്രീ C. കൃഷ്ണകുമാർ, മറ്റ് അതിഥികളെ, ഏറ്റവും പ്രധാനമായി മഞ്ചേരി KHM യൂണിറ്റി വിമൻസ് കോളേജിലെ കരുത്തരായ പുലിക്കുട്ടികളെ, നമസ്കാരം. ഇവിടെ ഈ വേദിയിൽ നിൽക്കുമ്പോൾ 2006 ജനുവരി 28 എന്ന ദിനമാണ് മനസ്സിലേക്ക് വരുന്നത്. 2006 ജനുവരി 28 ഈ കലാലയത്തിൻ്റെ മണ്ണിൽ വെച്ചാണ് മഞ്ചേരി FM ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നിങ്ങളുടെ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ചുമരുകളോട് കാത് ചേർത്താൽ ആ ചുമർ നിങ്ങളോട് ഒരുപാട് കഥ പറയുന്നുണ്ടാകും. സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ കഥകൾ. അതെ, അന്ന് പിരിഞ്ഞ് പിന്നീട് പലവട്ടം വീണ്ടും സമാഗമിച്ചിട്ടുണ്ട്. പിരിഞ്ഞതിന് ശേഷം വീണ്ടും കണ്ടുമുട്ടുക എന്നുള്ള പ്രതീക്ഷ പലവട്ടം സഫലമായിട്ടുണ്ട്. ഇന്ന് വീണ്ടും നിറമാർന്നൊരു രീതിയിൽ ഇവിടെ ഈ അന്താരാഷ്ട്ര വനിതാ വാരാചരണത്തോടനുബന്ധിച്ച് ഒത്തുചേരുവാൻ, ഒരുമിച്ച് ഒരു പരിപാടി സംഘടിപ്പിക്കുവാൻ അവസരം കൈവന്നിരിക്കുകയാണ്. നിറഞ്ഞ സന്തോഷമാണ് ഈ വേളയിലുള്ളത്. കോളേജിൻ്റെ ഭാഗത്തു നിന്നൊക്കെ വളരെ സ്മൂത്തായിട്ടുള്ള പ്രതികരണമാണ് ഓരോ നിമിഷവും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലേണിംഗ് അല്ലേ? ലേണിങ്ങിൻ്റെ കൂടെ നമുക്ക് കോമൺ സെൻസ് കൂടി അപ്ലൈ ചെയ്യുമ്പോൾ ഡിസിഷൻസ് എടുക്കാൻ സാധിക്കുന്നു.
ഈ ഡിസിഷൻസിൻ്റെ കൂടെ ആക്ഷൻ കൂടി എടുക്കുമ്പോൾ അത് റിസൾട്ടിലോട്ട് എത്തുന്നു. ലേണിംഗ് പ്ലസ് ഡിസിഷൻ പ്ലസ് ആക്ഷൻ ഗിവ്സ് റിസൾട്ട്. ഈ സമയത്ത് നാം ചിന്തിക്കേണ്ടത്, ശരിയായ ഫലം, നാം ഉദ്ദേശിച്ച ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ലേണിംഗ് കൃത്യമായിരിക്കണം, ശരിയായതായിരിക്കണം. സെക്കൻഡ് തിങ്, എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായിരിക്കണം, ചിന്തിച്ചുറപ്പിച്ചതായിരിക്കണം. ആൻഡ് തേർഡ് തിങ്, തീരുമാനിച്ചത് കൊണ്ട് മാത്രം ആരും ഒന്നും നേടിയിട്ടില്ല. പ്രവർത്തിച്ചത് കൊണ്ട് മാത്രമേ എല്ലാവരും എന്തെങ്കിലും നേടിയിട്ടുള്ളൂ. റൈറ്റ് ആക്ഷൻ, ഇതും കൂടെ ചേരുമ്പോൾ നിങ്ങൾക്ക് റൈറ്റ് റിസൾട്ട് കിട്ടുന്നു. നമുക്ക് ഒരുമിച്ച് നമ്മുടെ പ്രവർത്തനം ത്വരിതപ്പെടുത്താം. ലെറ്റ്സ് ആക്സിലറേറ്റ് ആക്ഷൻ ആൻഡ് ലെറ്റ്സ് റീപ് റിസൾട്ട്സ്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കാനായി മഞ്ചേരി KAHM യൂണിറ്റി വിമൻസ് കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയും ഇൻറ്റേർണൽ ക്വാളിറ്റി അഷുറൻസ് സെൽ കോർഡിനേറ്ററുമായ ഡോക്ടർ AK ഷാഹിന മോൾ മാമിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. താങ്ക് യു ഫോർ ദ കൈൻഡ് ഇൻവിറ്റേഷൻ. പെൺമ എന്ന ഏറെ ശ്രദ്ധേയമായ ഈ പരിപാടിയുടെ അധ്യക്ഷൻ പ്രിയങ്കരനായ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ മുഹമ്മദ് ബഷീർ ഉമ്മത്തൂർ സർ, മാനേജർ എഞ്ചിനീയർ അബ്ദുൽ അലി സർ, ഈ പരിപാടിയുടെ കോർഡിനേറ്ററും പ്രിയ സുഹൃത്തുമായ മിസ് സുഹാദ KM, വിമൻസ് സെൽ കോർഡിനേറ്റർ, വേദിയിലിരിക്കുന്ന മുഖ്യ വനിതാ രത്നങ്ങളെ, മറ്റ് ആകാശവാണി സ്റ്റാഫ് അംഗങ്ങളെ, സദസ്സിലുള്ള സ്നേഹം നിറഞ്ഞ ആകാശവാണി റെപ്രസെൻറ്റേറ്റീവ്സ്, വിദ്യാർത്ഥിനികളെ, അധ്യാപകരെ, അനധ്യാപക സുഹൃത്തുക്കളെ, നമസ്കാരം. ഏറ്റവും ആദ്യമായി പെൺമ എന്ന പെൺകരുത്തിൻ്റെ ശബ്ദം നമുക്ക് നേരിട്ടും ലോകത്തോടും വിളിച്ചു പറയുന്ന ഒരവസരം സൃഷ്ടിച്ച ആകാശവാണി FM-നോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് 2 വാക്ക് ആശംസ അറിയിക്കട്ടെ. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു പരിപാടിയുടെ ഭാഗമാവാൻ സാധിച്ചതിൽ. IQAC കോർഡിനേറ്റർ എന്ന രീതിയിൽ ഈ പരിപാടിയുടെ തുടക്കം മുതൽ തന്നെ വിമൻസ് സെല്ലുമായി സംയുക്തമായി സഹകരിക്കാനും അതുപോലെ വേണ്ട പിന്തുണ കൊടുക്കാനും സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ ഉജ്ജ്വലമായിട്ടുള്ള കൃഷ്ണകുമാർ സാറിൻ്റെ പ്രസംഗത്തിന് ശേഷം കൂടുതലായിട്ട് നമ്മുടെ കുട്ടികളെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഉദ്ബോധിപ്പിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എങ്കിൽ പോലും റേഡിയോ, അതുപോലെ തന്നെ വനിതാ ദിനം, യൂണിറ്റി വിമൻസ് കോളേജ്, ഇങ്ങനെ പല ഘടകങ്ങളും ചേർന്ന് വരുമ്പോൾ അതിലുള്ള സന്തോഷം പറയാതിരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ വല്യപ്പയ്ക്ക് ഒരു റേഡിയോ ഉണ്ടായിരുന്നു. ഞാൻ കുട്ടിക്കാലം മുതൽ തന്നെ ആ റേഡിയോയുടെ ഒരു ഓർമ്മ വെച്ച് വാക്കുകൾ കൂട്ടി വായിക്കുന്ന അല്ലെങ്കിൽ കൂട്ടി അർത്ഥം മനസ്സിലാക്കുന്ന കാലം മുതൽ തന്നെ ആ റേഡിയോയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് ചെറുപ്പത്തിൽ തന്നെ ജീവിച്ചിട്ടുള്ളത്. രാവിലെയും വൈകുന്നേരമുള്ള വാർത്തകളൊക്കെ വളരെ ശബ്ദത്തിലായിരുന്നു വല്യപ്പ വെച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് മുതൽ തന്നെ റേഡിയോയോട് ഭയങ്കര സ്നേഹവും ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു. വീട്ടിൽ TV ഒന്നും ഇല്ലാത്ത കാലം ഈ ശബ്ദരേഖ തുടങ്ങിയ പരിപാടികളൊക്കെ റേഡിയോയിൽ കേൾക്കുമ്പോൾ ഒരു സിനിമ കാണുന്നതിനേക്കാളേറെ പ്രതീതിയും ഓരോരുത്തരുടെ ശബ്ദവിന്യാസത്തിൻ്റെ വ്യത്യാസങ്ങൾ ആസ്വദിക്കാനുള്ള ഒരു കഴിവൊക്കെ അന്ന് തന്നെ നമുക്ക് ഉണ്ടായത് റേഡിയോയിലൂടെയാണ്. ഇന്നും റേഡിയോയുടെ ഏറ്റവും നല്ലൊരു ശ്രോതാവാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മഞ്ചേരി FM വളരെ സന്തോഷത്തോടു കൂടി കേൾക്കാറുണ്ട്. ഇവിടെ മുനീർ സാറിൻ്റെ ശബ്ദവും അതുപോലെ തന്നെ പ്രിയങ്കരായിട്ട് ഒരുപാട് പേരുടെ ശബ്ദവും രാവിലെയും വൈകുന്നേരമൊക്കെ നമുക്ക് പല പരിപാടികളിലൂടെ ശ്രവിക്കാൻ സാധിക്കുമ്പോൾ അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഓരോ ദിവസത്തെയും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിൻ്റെയൊക്കെ ഒരു ആകെത്തുക ഈ റേഡിയോ ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖ്യ അവതാരകരായിട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ മുഖ്യ പെൺ രത്നങ്ങളായിട്ട് വന്നിട്ടുള്ളവരിൽ P. ഗീത ടീച്ചർ, മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ അധ്യാപിക കൂടിയായിരുന്നു. വേറെ പല അവസരങ്ങളിലും അവരുമായിട്ട് അവരുടെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിക്കാനും അവരെ പരിപാടികളിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. മറ്റൊരു സന്തോഷ വാർത്ത, ഈ ഓഡിയൻസിനിടയിലിരിക്കുന്ന മിസ് സുഹൃത യൂണിറ്റി വിമൻസ് കോളേജിലെ MA ഇംഗ്ലീഷിലെ 2018-20 ബാച്ചിലെ വിദ്യാർത്ഥിനിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ പ്രത്യേകതകളും ഈ പരിപാടിക്കുണ്ട്. ഇവരുടെ ഒരു കമ്പനി മഞ്ചേരി FM ചേർന്നൊരുക്കുന്ന ഈ ഒരു ഗ്രൂപ്പിൽ ശ്രുതയുടെ ഉണ്ടല്ലോ എന്നുള്ളത് വളരെയധികം അഭിമാനവും സന്തോഷം തോന്നുന്നുണ്ട്.
അതോടൊപ്പം തന്നെ വളരെ വ്യത്യസ്ത മേഖലയിൽ കഴിവ് തെളിയിച്ച സ്ത്രീകൾ അവരൊക്കെ യൂണിറ്റി വിമൻസ് കോളേജിൻ്റെ മണ്ണിലേക്ക് കൊണ്ടുവരാൻ പറ്റിയതും അവരുടെ സംഭാഷണങ്ങളെ അല്ലെങ്കിൽ അവരുമായി സംവദിക്കാൻ നമ്മുടെ കുട്ടികൾക്ക് അവസരം ലഭിക്കുന്നതും വളരെയധികം തന്നെ കോളേജിനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ 2006 FM റേഡിയോയുടെ ഉദ്ഘാടനം കോളേജിൽ വെച്ച് നടക്കുമ്പോൾ ഞാൻ അന്ന് MA ഇംഗ്ലീഷ് വിദ്യാർത്ഥിനി കൂടിയായിരുന്നു. അപ്പോൾ പല കാര്യങ്ങൾ കൊണ്ടും ഈ ഒരു പരിപാടി മനസ്സിന് വളരെയധികം സന്തോഷവും അഭിമാനവും നൽകുന്നൊരു പരിപാടി തന്നെയാണ്. ഇന്നത്തെ വിദ്യാർത്ഥിനികൾ പലപ്പോഴും ശബ്ദത്തിൻ്റെ മാധുരിയിൽ മാത്രം മനസ്സ് പായിപ്പിക്കാൻ പലപ്പോഴും കഴിവ് കുറവാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. എപ്പോഴും നമ്മളൊരു വിഷ്വൽ വേൾഡിലാണ്, ദൃശ്യപരതയുടെ സന്തോഷത്തിലേക്കാണ് നമ്മുടെ മനസ്സ് പലപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷ്വാലിറ്റി ഇല്ലാതെ ഓഡിയോയിലൂടെ മാത്രം നമ്മൾ കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിനെ നമുക്ക് കുറച്ചുകൂടെ പിടിച്ചു നിർത്താനും നമ്മുടെ ഫോക്കസ് ആവാനുള്ള കഴിവൊക്കെ കുറച്ച് കൂടുതലാണെന്ന് റേഡിയോ ശ്രവിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ വിഷ്വൽ വേൾഡിൻ്റെ മാത്രം പ്രകടപരതയിലോ അതിൻ്റെ സന്തോഷത്തിലോ മാത്രം മുഴുകാതെ ഈ തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള ശബ്ദത്തിൻ്റെയും അതിലൂടെയുള്ള സന്ദേശത്തിൻ്റെയും അതിൻ്റെ മാധുരിയുടെയും ഒരു ആകർഷണത്തിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുവരാനും അതുവഴി അവർ കുറേ കൂടെ ഫോക്കസ്ഡ് ആവാനും ഈ റേഡിയോ എന്ന മാധ്യമത്തിലൂടെയും ആ മാധ്യമത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന വഴി ലോകത്തോടു കൂടി സംവദിക്കാൻ നമുക്ക് അവസരം കിട്ടുന്നു, അതിൽ നമ്മുടെ കുട്ടികൾ ഭാഗമാവുന്നു തുടങ്ങി നിരവധി അട്രാക്ഷൻസ് ഉള്ള പെൺമ എന്ന ഈ പേരിട്ട ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. അടുത്തതായി ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി KAHM യൂണിറ്റി വിമൻസ് കോളേജ് സ്റ്റുഡൻസ് യൂണിയൻ ചെയർപേഴ്സൺ ഫിദയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, മാനേജർ, ആകാശവാണിയുടെ ഹെഡ്, അതുപോലെ തന്നെ ഇന്ന് നമ്മളോട് സംവദിക്കാൻ എത്തിയിട്ടുള്ള നമ്മുടെ വനിതാ രത്നങ്ങൾ, മറ്റു സ്റ്റേജിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, അധ്യാപകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമസ്കാരം. നമ്മളെല്ലാവരും പെൺമയുടെ ഒരു പ്രോഗ്രാമിൽ വളരെ നിറഞ്ഞ മനസ്സോടെ അല്ലെങ്കിൽ പുഞ്ചിരിയോടെയാണ് നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ പരിപാടികളുടെ ആവശ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. പെൺമയുടെ ഈ പ്രാവശ്യത്തെ ആശയം തന്നെ ആക്സിലറേറ്റ് ദി ആക്ഷൻസ്. നമ്മുടെ ഓരോ കാര്യവും ജെൻഡർ പാർഷ്വാലിറ്റി, അതുപോലെ തന്നെ നമ്മൾ എല്ലാവരും സമന്മാരാണ്, അങ്ങനെയുള്ള സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഓരോ കാര്യങ്ങളും ആക്സിലറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അത് സ്പീഡ് കൂട്ടുക. അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും നമ്മൾ ഇൻക്ലൂഡ് ആവുന്ന പ്രവർത്തനങ്ങളിൽ അതിൻ്റെ വേഗത കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ 1500-ൽ പരം വിദ്യാർത്ഥിനികൾ പഠിക്കുന്ന ഈ കോളേജിൽ ഇങ്ങനെയുള്ളൊരു പരിപാടി നടത്താൻ നമുക്ക് അവസരം നൽകിയിട്ടുള്ള ആകാശവാണിയോട് ആദ്യം തന്നെ വളരെയധികം നന്ദി അറിയിച്ചു കൊള്ളുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളെ എത്രത്തോളം ചൂഷണം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ പറ്റാതെ അതെല്ലാം അടിച്ചമർത്തപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ ഊർജം പകർന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് വളരണം എന്നുള്ള ഒരാശയത്തിൻ്റെതാണ് നമ്മുടെ മാർച്ച് 8 വുമൻസ് ഡേ ആയി ആഘോഷിക്കുന്നത്. സാറ് പറഞ്ഞ പോലെ ആ ഒറ്റ ദിവസം നമുക്ക് സ്വതന്ത്രമാണ്. മാർച്ച് 8 വുമൻസ് ഡേ ആയതുകൊണ്ട് നമ്മൾ അന്ന് സ്വതന്ത്രമാണ് എന്ന് ചിന്തിക്കാതെ എല്ലാ ദിവസവും കൊല്ലത്തിൽ എല്ലാ ദിവസവും പെണ്ണ് സ്വതന്ത്രമാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ കാര്യവും നമ്മൾ ചെയ്തു തീർക്കാൻ, നമ്മുടെ ആഗ്രഹങ്ങളാണെങ്കിൽ പോലും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല ഒരു വ്യക്തിത്വങ്ങളായിട്ട് നമ്മൾ വളരണം. നമ്മുടെ ഈ പ്രോഗ്രാമിനെ ജലന്ത സ്റ്റുഡൻസ് യൂണിയൻ്റെ പേരിലുള്ള എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. ഇതോടെ ഉദ്ഘാടന ചടങ്ങുകൾ സമാപിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കട്ടെ. മഞ്ചേരി ആകാശവാണിയും മഞ്ചേരി KAHM യൂണിറ്റി വിമൻസ് കോളേജും സംയുക്തമായി നടത്തുന്ന പെൺമയിലെ അടുത്ത സെഷൻ പാനൽ ചർച്ചയാണ്. അല്പസമയത്തിനകം ഈ വേദിയിൽ ആരംഭിക്കുന്നതാണ്. ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെ ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് മലയാളികൾക്ക് മഞ്ചേരി FM-ൻ്റെ പരിപാടികൾ ശ്രവിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ന്യൂസ് ഓൺ എയർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. പാനൽ ചർച്ച ആരംഭിക്കുകയാണ്. അതിഥികളായി എത്തുന്നത് എഴുത്തുകാരിയും സ്ത്രീ വിമോചന പ്രവർത്തകയുമായ ഡോക്ടർ P. ഗീത, കേരളം തൊട്ട് ലഡാക്ക് വരെ 4000-ത്തിലധികം കിലോമീറ്റർ സൈക്കിളിൽ യാത്ര ചെയ്ത സഹല പരപ്പൻ, കളരിപ്പയറ്റ് നാഷണൽ കോച്ചും തൃപ്രങ്ങോട്ട് വല്ലഭട്ട കളരിയിലെ ട്രെയിനറുമായ T.
TV ശ്രീകല ഗുരുക്കൾ എന്നിവരാണ്. പെൺമ പാനൽ ചർച്ചയുടെ മോഡറേറ്ററായി എത്തുന്നത് ആകാശവാണി മഞ്ചേരി FM അവതാരക ജയ തെക്കൂട്ടാണ്. എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് വേദി അവർക്കായി വിട്ടുകൊടുക്കുകയാണ്. ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പെൺമയുടെ ഏറ്റവും ക്രിയേറ്റീവായൊരു സെഷനിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഒരുപാട് അന്താരാഷ്ട്ര വനിതാ ദിനത്തെക്കുറിച്ചുള്ള ഒരുപാട് ചിന്തകളിലൂടെയും വർത്തമാനങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി. നമ്മൾ ഈ വനിതാ ദിനത്തിൻ്റെ ഭാഗമായി നമ്മളിവിടെ കൂടിയിരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ മുമ്പിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്, ഒരുപാട് സമരചരിത്രങ്ങളുണ്ട്, ഒപ്പം വർത്തമാനകാലത്തെ കുറേ യാഥാർത്ഥ്യങ്ങളുമുണ്ട്. നമ്മൾ ഈ ചരിത്രം എന്ന് പറയുമ്പോൾ അതിൽ റെവല്യൂഷനുണ്ട്, റിഫോർമേഷനുണ്ട്. ഇത്തരത്തിലുള്ള കലാപങ്ങളുടെയും വിപ്ലവങ്ങളുടെയും നവോത്ഥാന മുന്നേറ്റങ്ങളുടെയും ഒക്കെ ചരിത്രം നമ്മൾ കുറച്ചുകൂടി സൂക്ഷ്മമായി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. തീർച്ചയായും നമ്മുടെ ഒരു കുറഞ്ഞൊരു സമയം കൊണ്ട് ഈ ഒരു സംവാദവേദിയിൽ അത്തരത്തിലുള്ള ആശയങ്ങളിലൂടെയും വിചാരങ്ങളിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഈ ഒരു പാനൽ ചർച്ചയിൽ നമുക്ക് 3 അവതരണങ്ങളാണുള്ളത്. 3 പാനലിസ്റ്റുകളാണ് നമ്മുടെ ഗസ്റ്റായിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. അവർ 3 പേരെയും നമുക്കൊന്ന് പരിചയപ്പെടാം. 10-15 മിനിറ്റാണ് നമ്മൾ അവതരണങ്ങൾക്കായി മാറ്റി വെച്ചിട്ടുള്ളത്. അതിനുശേഷമുള്ള ഇൻട്രാക്ഷൻ സെഷനാണ്. അതിൽ വളരെ ആക്റ്റീവായി തന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യമായി നമ്മൾ നമ്മുടെ പാനലിസ്റ്റുകളിൽ പരിചയപ്പെടുന്നത് ഡോക്ടർ P. ഗീതയാണ്. ഒരുപാട് പേര് പറഞ്ഞു പോയി, ഗീത ടീച്ചറാണ്. ഗീത ടീച്ചർ കോളേജ് അധ്യാപികയായിരുന്നു. നമ്മൾ വല്ലാണ്ട് പ്രാദേശിക വാദങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും നമ്മുടെ മലപ്പുറത്തിൻ്റെ പെന്തൽമണ്ണ അങ്ങാടിപ്പുറം സ്വദേശിയാണ്. മലപ്പുറത്തിൻ്റെ സ്വന്തം പെൺകരുത്തും പെൺശബ്ദം എന്നൊക്കെ ടീച്ചർ പറയാം. അധ്യാപികയായിരുന്നു എന്ന് പറയുമ്പോൾ റിട്ടയർ ചെയ്തു. നമ്മുടെ പട്ടാമ്പി ഗവൺമെൻറ് സംസ്കൃതം കോളേജിലെ വൈസ് പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്തിട്ടുണ്ട്. നിരവധി പുസ്തകങ്ങളുണ്ട്. സർവകലാശാല സിലബസിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള നിരവധി പുസ്തകങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ ടീച്ചറുടെ ക്രെഡിറ്റിലുണ്ട്. അതൊക്കെ നമുക്ക് ടീച്ചറുടെ പ്രൊഫൈലിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഒരുപാട് പേർക്ക് വേണ്ടി ടീച്ചറെ അറിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജസ്റ്റ് ഞാനൊന്ന് നിർത്താണ്. ഇതാണ് ടീച്ചറിനെ കുറിച്ചുള്ള ഒരു ബേസിക് പ്രൊഫൈൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ വേദിയിൽ അതിനും അപ്പുറം കുറച്ചുകൂടി നമ്മൾ ടീച്ചറെ അടയാളപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഒരു സ്ത്രീപക്ഷ വാദം അല്ലെങ്കിൽ സ്ത്രീപക്ഷ ചിന്തകളുടെ അല്ലെങ്കിൽ സമത്വ വർത്തമാനങ്ങളുടെ ഒരു കേരളീയ പരിസരത്ത് നിന്ന് നോക്കുമ്പോൾ ഡോക്ടർ P. ഗീത എന്ന ആക്ടിവിസ്റ്റിൻ്റെ സാമൂഹിക വിമർശകയുടെ അല്ലെങ്കിൽ പ്രവർത്തകയുടെ 10-50 വർഷത്തെ ക്രിയാത്മകവും സർഗാത്മകവുമായ ജീവിതം നമുക്ക് മുന്നിലുണ്ട്. അത് ഞാൻ അതിനെ പറഞ്ഞു ബോറടിപ്പിക്കൽ അല്ലെങ്കിൽ പറഞ്ഞ് ഫലിപ്പിക്കേണ്ടതില്ല. കാരണം നമുക്ക് തീർച്ചയായിട്ടും പരിശോധിക്കുകയാണെങ്കിൽ ടീച്ചറുടെ ഇത്തരത്തിലുള്ളൊരു കാലഘട്ടം നമുക്ക് മുമ്പിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് എന്നാണ് പറയാനുള്ളത്. അത് കലയിലെ സ്ത്രീപക്ഷമാകട്ടെ, എഴുത്തിലെ സ്ത്രീപക്ഷമാകട്ടെ, സമൂഹത്തിലെയും എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലെയും സ്ത്രീപക്ഷമാകട്ടെ, എല്ലാ കാലത്തും ടീച്ചറുടെ ഗവേഷണ വിഷയങ്ങളും പ്രവർത്തന ഇടപെടലുകളും ആ മേഖലയുമായിരുന്നു. തീർച്ചയായും ടീച്ചറുടെ അനുഭവങ്ങളും നിലപാടുകളും തുറന്നു പറയുന്നിടത്ത് നമുക്കും ഒരു സംവാദത്തിനുള്ള ഇടം സാധ്യമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഏറെ ആദരവോടു കൂടിയാണ് ടീച്ചറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ടീച്ചറെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ പട്ടാമ്പി കോളേജിൽ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് കുട്ടികൾക്ക് അറിയാത്ത ഒരുപാട് സംഗതികളുണ്ട്. നമ്മുടെ സ്ത്രീവാദ വിമോചന ചരിത്രത്തിൻ്റെ പ്രാരംഭഘട്ടം എന്ന് പറയുന്ന മാനുഷിയെ പോലൊരു സംഘടന പട്ടാമ്പി സംസ്കൃത കോളേജ് രൂപം കൊള്ളുമ്പോൾ സാറാ ജോസഫിനെ പോലെയുള്ള, സുമംഗല ടീച്ചറെ പോലുള്ള, ഇന്ദിര ടീച്ചറെ പോലെ, പാർവതി ടീച്ചറെ പോലെയുള്ളവരൊക്കെ വിത്തെറിഞ്ഞു പോയ അതേ മണ്ണിൽ തന്നെയാണ് നമ്മുടെ ഗീത ടീച്ചറും പ്രവർത്തിച്ചിട്ടുള്ളതും ടീച്ചറും വളർന്നിട്ടുള്ളതും. അതിൻ്റെ ഒരു പാരമ്പര്യവും ആർജവും ഒക്കെ ടീച്ചർക്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സ്നേഹത്തോടെ ആദരവോടെ ടീച്ചറെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു അതിഥി പാനലിസ്റ്റ് സഹലയാണ്. സഹല പരപ്പൻ. സഹല സ്വന്തം വ്ളോഗുകളിലൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പരപ്പൻ എന്നാണ് അല്ലേ? ഞാൻ പരപ്പൻ എന്നുകൊണ്ടാണ് എല്ലാ വ്ളോഗുകളിലും സഹല പരിചയപ്പെടുത്തുന്നത് കണ്ടിട്ടുള്ളത്. സഹലയെക്കുറിച്ച് പറയുമ്പോൾ ഗീത ടീച്ചറിനെ പോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു മുഖമാണ് സഹല. സഹലയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ കയ്യിലെടുത്ത് കുറേ പേപ്പർ കട്ടിങ്ങുകളാണ്, പത്രവാർത്തകളാണ്, കുറേ വ്ളോഗുകളാണ്, യാത്രാ വ്ളോഗുകളാണ്. ഒപ്പം സഹല പരപ്പൻ എന്ന പെൺകുട്ടി സൈക്കിൾ ചവിട്ടി തീർത്ത സ്വപ്ന ദൂരങ്ങളുടെ കുറെ കണക്കുമാണ് എൻ്റെ മുമ്പിലുള്ളത് അല്ലെ? ഇവർ പറഞ്ഞ 4000 കിലോമീറ്റർ അല്ലെങ്കിൽ 98 ദിവസങ്ങൾ കൊണ്ട് സഹല ചവിട്ടി തീർത്തു എന്ന് പറയുമ്പോൾ അത് വെറും യാത്രകളല്ല, സ്വപ്ന ദൂരങ്ങളാണ് സഹല ചവിട്ടി തീർത്ത് എന്നാണ് പറയാനുള്ളത്. അതിലെ ഒരു പത്രവാർത്തയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: പെൺകുട്ടികളുടെ സ്വപ്നങ്ങൾക്ക് ആരാണ് അതിര് നിശ്ചയിക്കുന്നത്?
സഹലയെക്കുറിച്ച് വന്ന ആ സഹല കാശ്മീരിലേക്ക് കേരളത്തിൽ നിന്ന് ലഡാക്കിലേക്ക് സൈക്കിൾ ചവിട്ടി പോയ ആദ്യ ലേഡി സൈക്ലിസ്റ്റ് എന്ന ഒരു വിശേഷത്തിനർഹയായ സഹലയെക്കുറിച്ചുള്ള ഒരു പത്രവാർത്തയുടെ ആ തലക്കെട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: പെൺകുട്ടിയുടെ സ്വപ്നങ്ങൾക്ക് ആരാണ് അതിര് നിശ്ചയിക്കുന്നത്. തീർച്ചയായും സഹല ആ ഒരു സഹലയുടെ അനുഭവങ്ങളും ഈ യാത്രയും ഒക്കെ തന്നെ അതിനുള്ള ഉത്തരങ്ങളാണ്. യാത്രാനുഭവങ്ങൾ മാത്രമല്ല, യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പും യാത്ര കഴിഞ്ഞു വന്നതിന് ശേഷവും സഹല അഭിമുഖീകരിക്കേണ്ടി വന്ന കാര്യങ്ങളൊക്കെ തന്നെ സഹലയുടെ അനുഭവങ്ങളിൽ പങ്കുവയ്ക്കുമെന്നാണ് കരുതുന്നത്. ഡിയർ സഹല, വളരെ സ്നേഹത്തോടു കൂടി ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരാൾ TV ശ്രീകല ഗുരുക്കളാണ്. നമ്മൾ മുമ്പ് പരിചയപ്പെട്ടു. ഗുരുക്കളുടെ ബാഗിൽ കുറുവടി, ഉറുമി, ചുരുക ഇത്തരത്തിലുള്ള ആയുധങ്ങളൊക്കെ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. TV ശ്രീകല ഗുരുക്കൾ എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്യുന്നത്. കാരണം നമ്മൾ പെണ്ണുങ്ങളുടെ ഇവിടെ മുൻപ് പറഞ്ഞ പോലെ പെണ്ണുങ്ങൾ അധികം കടന്നു വരാത്ത മേഖല എന്നൊക്കെ പറയുമ്പോൾ സ്ത്രീകൾ ഇപ്പോഴും സ്വന്തം ശരീരത്തിൻ്റെ മേൽ അവകാശാധികാരങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ ചലനാത്മകത, അല്ലെങ്കിൽ അതിൻ്റെ നിർണയാവകാശം ഒക്കെ ഇപ്പോഴും സ്ത്രീകൾക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അത് സ്വന്തമാണെന്ന് പോലും പറയാൻ കഷ്ടപ്പെടുന്ന സ്ത്രീകളുള്ള ഒരു നാട്ടിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമൂഹത്തിലാണ് ഇപ്പോഴും അത്തരത്തിലുള്ള വ്യവസ്ഥ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അത്തരമൊരു സമൂഹത്തിലാണ് നമ്മുടെ ശ്രീകലയെ പോലെ ഒരാൾ നിലം തൊടാതെയും നിലം തൊട്ടും തല ഉയർത്തിപ്പിടിച്ചും ഉറുമി വീശിയും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. 6-ാം വയസ്സിലാണ് ശ്രീകല ഗുരുക്കൾ കളരി അഭ്യാസം തുടങ്ങിയത്. 18-ാം വയസ്സിൽ കളരി അധ്യാപികയായി. സ്വന്തമായി തിരൂർ സ്വദേശിയാണ്. സ്വന്തമായി വല്ലഭട്ട കളരി എന്ന പേര് തൃപ്രങ്ങോട് വല്ലഭട്ട കളരി നടത്തുന്നുണ്ട്. നിരവധി കളരിപ്പയറ്റിൽ നിരവധി ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുണ്ട്. 8 വർഷം സംസ്ഥാന കളരിപ്പയറ്റിൽ ചാമ്പ്യനായിരുന്നു. ഒപ്പം 2019 കേരള ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ശിഷ്യഗണങ്ങളുടെ എണ്ണം ഞാൻ പറയുന്നില്ല, അത് ശ്രീകളെ തന്നെ നമ്മളോട് പറയുമെന്നാണ് വിചാരിക്കുന്നത്. പറയാനുള്ളത്, മനക്കരുത്തില്ലാത്ത പെണ്ണുങ്ങൾ നമുക്കിടയിലുണ്ട്, മെയ്ക്കരുത്തില്ലാത്ത പെണ്ണുങ്ങൾ നമുക്കിടയിലുണ്ട്. ഇത് രണ്ടുമുള്ള പെണ്ണുങ്ങൾ നമുക്കിടയിലുണ്ട്. ഇവിടെ മെയ്ക്കരുത്ത് മനക്കരുത്ത് മെയ്ക്കരുത്തിലേക്കും സന്നിവേശിപ്പിക്കുന്ന ആത്മവിശ്വാസത്തിൻ്റെ പാഠങ്ങൾ തീർച്ചയായും പ്രിയപ്പെട്ട ശ്രീകല നമ്മളോട് പങ്കുവയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറെ സ്നേഹത്തോടെ ശ്രീകലയെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നിങ്ങളോട് കൂടെയുള്ളത് ഞാൻ ജയയാണ്. പരിചയപ്പെടുത്തി. ആകാശവാണി മഞ്ചേരി FM-ൻ്റെ അവതാരകയാണ്. ഇനി നമുക്ക് ഓരോരുത്തരുടെയും അവതരണങ്ങളിലേക്ക് പോകാം. അവതരണങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഇൻട്രാക്ഷൻ സെഷൻ ഉള്ളത്. ആദ്യമായി അവതരണത്തിനായി ക്ഷണിക്കുന്നത് ഡോക്ടർ P. ഗീതയാണ്. സ്നേഹാദരവോടെ ക്ഷണിക്കുന്നു. സാധാരണ രീതിയിൽ സംബോധനത്തിന് ശേഷമാവാന്ന് വിചാരിക്കണം. ഞാൻ ഒരു പ്രിഫേസ് തന്നിട്ട് സംബോധന ചെയ്യാം. സാധാരണ രീതിയിൽ ഞാൻ കുട്ടികളാദ്യം സംസാരിക്കട്ടെ എന്നാണ് പറയാം. ഇവരെന്നേക്കാൾ ചെറിയ കുട്ടികളാണ്. കാരണം കുട്ടികളാണ് എന്നെ പഠിപ്പിക്കേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരെന്നെ കണ്ടതിനേക്കാൾ ലോകം കണ്ടു കഴിഞ്ഞു. നിങ്ങൾ കൈയടിക്കണ്ട, ഇപ്പം ഞാൻ സമ്മതിക്കില്ല. ഞാൻ വിലങ്ങ് നിൽക്കും. നിങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ത് എന്ന് എന്നോട് പറഞ്ഞതിന് ശേഷം ഞാൻ വഴിമാറും. കാരണം ഞാൻ വളരെ ഭയത്തോടു കൂടിയിട്ടാണ് വാർത്താമാധ്യമങ്ങളെ ഇപ്പോൾ കാണുന്നത്. കുട്ടികളാണ്, എൻ്റെ പേരക്കുട്ടികളാണ്. എൻ്റെ മക്കളെ അവർ കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. ആരാണ് അവരെ ആ വഴിയിലേക്ക് നയിച്ചത്? ആരാണ് അവർക്കതിനുള്ള കരുത്ത് കൊടുത്തത്? എങ്ങനെയാണ് അവർ അങ്ങനെ ആയിത്തീർന്നത്? ആരുടെ ഏജൻസാണ് അവർ? അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പേരക്കുട്ടികളെ, ഞാൻ നിങ്ങളോട് ചിലത് പറഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾക്കുള്ള വഴി മാറിത്തരികയുള്ളൂ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പേരക്കുട്ടികളെ, മക്കളെ, സഹോദരരെ, സഹപ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ ഒരവസരം തന്നതിൽ യൂണിറ്റി വിമൻസ് കോളേജിനോടും ആകാശവാണി മഞ്ചേരി FM നിലയത്തോടും എനിക്ക് നിറയെ സ്നേഹം. യൂണിറ്റി വിമൻസ് കോളേജായിട്ട് എനിക്ക് കുറച്ചൊരു ബന്ധമുണ്ട്, ഒരു ജന്മാന്തര ബന്ധമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ മകൾ ഇവിടെ പഠിച്ചു പോയതാണ്. ഞാൻ അന്ന് PTA മെമ്പറായിരുന്നു ഇവിടെ. പിന്നെ ഇപ്പം അതാ നോക്കുമ്പോൾ എൻ്റെ ശിഷ്യർ ഇവിടെ ഇങ്ങനെ പഠിപ്പിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ആ നിലയ്ക്കും എനിക്ക് വളരെയധികം ഒരു രക്ഷാകർതൃ അവകാശ ബോധം എനിക്കിപ്പോൾ കോളേജിനോട് ഉണ്ടായിട്ടുണ്ട്. ശരിയാവാം, തെറ്റാവാം. പണ്ടാണെങ്കിൽ ഞാൻ 100% തെറ്റ് എന്ന് തന്നെ പറയുമായിരുന്നു. കാരണം രക്ഷാകർത്താവല്ല, രക്ഷാകർത്താവ് വേണ്ട. പക്ഷേ ഇപ്പം എനിക്ക്
പ്രായം കൊണ്ടാണോ കാലം കൊണ്ടാണോ അവസ്ഥ കൊണ്ടാണോ എന്ന് നിങ്ങൾക്ക് വിലയിരുത്താം. എന്നെ ശരിയെന്നോ തെറ്റെന്നോ നിങ്ങൾക്ക് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാം. അത് നിങ്ങളുടെ കാര്യമാണ്. പക്ഷെ എനിക്കിത് നിങ്ങളോട് പറയാതെ നിവർത്തിയില്ല. കാരണം ഞാൻ അനുഭവിക്കുന്ന എൻ്റെ വഴികളിലൂടെ ഞാൻ അനുഭവിച്ചു പോന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. എൻ്റെ അനുഭവമാണ് എൻ്റെ സത്യം. ആ സത്യം നിങ്ങളോട് പറയാതിരിക്കാൻ എനിക്ക് യാതൊരു നിർവാഹവുമില്ല. അപ്പം ഇതിൽ ത്വരിത പ്രവർത്തനം, ആക്സിലറേറ്റ് ആക്ഷൻ, നിങ്ങൾ വേഗം വേഗം പ്രവർത്തിക്കൂ എന്നുള്ളതാണ് പെൺകുട്ടികളോട് പറയുന്നത്. ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് ഊരാളിയുടെ പാട്ടാണ്, വേഗം വേഗം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ. സമയമില്ല, നമുക്ക് വേഗം വേണം, വേഗം വേണം, അതും വേണം ഇതും വേണം, ഒക്കെ വേഗം വേണം. ഈ വേഗത ഉണ്ടല്ലോ,